മൾട്ടി കളറിൽ കാണാം. അത് ശരിക്ക് രണ്ടും വ്യത്യാസമുണ്ടോ? ഒരേ രീതി തന്നെ? ഒരേ രീതിയാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൾട്ടി കളറാണ് കൊടുക്കാറുള്ളത്. അത് അവർക്കിപ്പോൾ വൺസിൻ്റെ റോയും ടെൻസിൻ്റെ റോയും ഒക്കെ കളർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ട് ഫിംഗർ യൂസ് ചെയ്യുന്ന കുട്ടിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും. ലാസ്റ്റ് വിത്തിൻ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ എന്തുണ്ട് ആൻസറുകൾ പറയാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ എത്ര കാലം വേണ്ടി വരും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ആ ഒരു മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഏറ്റവും സ്പീഡായിട്ട് ചിന്തിച്ച് എഴുതാൻ പറ്റി എന്നുള്ളത് ഞാൻ ചെറിയ പ്രായത്തിൽ അബാക്കസ് പഠിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടാണ് അതിൻ്റെ താഴെയുള്ള മോള് അബാക്കസിന് ചേർന്നത് എന്ന് അവർ എക്സ്പീരിയൻസ് പറയണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അമീൻ വാല അലിഹി വസഹബി അജ്മൈൻ അമ്മാബാദ്. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണം. അൽഹംദുലില്ലാ വ്യത്യസ്തമായ നമ്മുടെ മക്കൾക്കൊക്കെ ഉപകാരപ്പെടുന്ന അതുപോലെ നമുക്കൊക്കെ ഉപകരിക്കുന്ന പല മേഖലയിലുള്ള ആളുകളെയാണ് അല്ലെങ്കിൽ സംരംഭങ്ങളാണ്, പ്രോജക്റ്റുകളാണ് വഴികാട്ടിയിലൂടെ നമ്മൾ കാണാറുള്ളത്, കേൾക്കാറുള്ളത്. ഇന്നത്തെ വഴികാട്ടിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ ഏറെ ഉപകരിക്കുന്ന പല ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അബാക്കസ് മേഖലയിലുള്ള ഒരു നല്ല ഒരു ട്രെയിനറെയാണ് അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ വേറെ സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടുകാരനാണ്. അതിലുപരി പല ഏരിയകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്ന, പരിശീലനം കൊടുക്കുന്ന ബഹുമാനീയനായ റാഷിദ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. റാഷിദ് സാർ, അസ്സലാമു അലൈക്കും. വളരെയധികം സന്തോഷം നിങ്ങളെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക്, പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക്, പ്രത്യേകിച്ച് വഴികാട്ടി എന്നൊരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. നമുക്ക് വഴികാട്ടിയിലൂടെ കുട്ടികൾക്ക് ഉപകരിക്കുന്ന പല കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പല മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് അബാക്കസ് എന്ന ഒരു വലിയ ഒരു സംരംഭം നമ്മുടെ മക്കളുടെ മാത്സ് പഠനവുമായി ബന്ധപ്പെട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ ഇന്ന് അബാക്കസിന് ഏറെ ജനപ്രീതി ലഭിക്കുന്നുണ്ട്, കുട്ടികൾ താല്പര്യപൂർവ്വം കാണുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. അബാക്കസ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ പെർഫോമൻസ് ഓരോ സ്കൂളുകളും അവരുടെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൾസൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാണുകയാണ്. പഞ്ചായത്ത് തലം മുതൽ നാഷണൽ ലെവൽ വരെയുള്ള പരീക്ഷകൾ നടക്കുന്നുണ്ട്. 1 മിനിറ്റിനുള്ളിൽ 100 ക്വസ്റ്റ്യൻ എഴുതി 100ഉം ശരിയാവുന്ന കുട്ടികളൊക്കെയാണ് അബാക്കസിലെ നാഷണൽ ചാമ്പ്യന്മാരായിക്ക് വരുന്നത്. ആ രീതിയിലുള്ള കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോൾ, അവരുടെ വേഗതയും അവരുടെ കൃത്യതയും ഒക്കെ കാണുമ്പോഴാണ് എല്ലാ സ്കൂളുകളും അവരുടെ സ്കൂളിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയായി അബാക്കസ് വേണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത്. സന്തോഷം. ഇപ്പോൾ അബാക്കസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോഴേ, ഇപ്പോൾ മനുഷ്യരുടെ മസ്തിഷ്കത്തിനെ കുറിച്ച് റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വലത് കൈ കൊണ്ട് എഴുതുന്ന കുട്ടികളുണ്ട്, ഇടത് കൈ കൊണ്ട് എഴുതുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ തലച്ചോറുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അബാക്കസിൻ്റെ ആ ഒരു മേഖല എങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിച്ചല്ലോ. അബാക്കസിനെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം നമുക്ക് അബാക്കസിൻ്റെ ടൂള്, ഇതാണ് അബാക്കസിൻ്റെ ടൂൾ. പണ്ട് കണക്ക് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, കാൽക്കുലേറ്ററിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന, കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് അബാക്കസ്. പക്ഷേ ഇന്ന് കമ്പ്യൂട്ടറും സൂപ്പർ കമ്പ്യൂട്ടറും ഒക്കെ കണ്ടുപിടിച്ച കാലത്ത് അബാക്കസ് പഠനം കണക്ക് കൂട്ടാൻ വേണ്ടിയല്ല, പകരം അത് 2 കൈകൊണ്ടും ചെയ്യുന്ന ഒരു വർക്കാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 14 എന്ന് നമ്മൾ ഇതിൽ ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡിലെ ഈ ഫിംഗറും റൈറ്റ് ഹാൻഡിലും 2 യൂസ് ഒരുമിച്ചാണ് 14. ഈ 2 കൈകൊണ്ടുള്ള ഒരേ സമയമുള്ള ആക്ടിവിറ്റികൾ തലച്ചോറിൻ്റെ 2 ഭാഗവും ആക്റ്റീവാക്കുന്നു എന്നുള്ളതാണ് അബാക്കസിലൂടെ ചെയ്യുന്നത്. അങ്ങനെ തലച്ചോറിൻ്റെ 2 ഭാഗവും ഒരേ സമയം ആക്റ്റീവ് ആവുന്നതിലൂടെ തലച്ചോറിൻ്റെ 2 ഭാഗത്തെയും കപ്പാസിറ്റികളെ കുട്ടികൾക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയും. അതിലൂടെ കുട്ടികളുടെ മുഴുവനായും അവരുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള സമയം, കഴിവും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ അബാക്കസിൻ്റെ ഈ ഒരു ടൂള് കാണിക്കുമ്പോൾ എനിക്കൊക്കെ ഉള്ളൊരു സംശയം എന്ന് വെച്ചാൽ, കുറേ മുത്തുകൾ കാണുന്നു എന്നുള്ളത്, പക്ഷേ 2 റോ ആയിട്ടാണ് അതിൽ കാണുന്നത് അല്ലേ? അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഈ ഒരു 5 ഡോട്ട്സുകളുണ്ട്, വൈറ്റ് ഡോട്ട്സ്. അതിൽ സെൻട്രൽ ഡോട്ടിൻ്റെ താഴെയും മുകളിലുമുള്ള ഭാഗമാണ് ഇത്. ഈ ഒരു റോ ആണ് നമ്മൾ വൺസ് എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ടെൻസ്, ഹൺഡ്രഡ്സ് ഇങ്ങനെയായി മാറും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 123 എന്നാണെങ്കിൽ 123 എന്നാണ്. അപ്പോൾ അത് ഫിംഗർ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് 2 കൈയും ഒരേ സമയം വർക്ക് ചെയ്യുക. അതാണ് കുട്ടികളുടെ ആ ക്രിയേറ്റീവ്. ഈ മുകളിലെ തട്ടിൽ കാണുന്ന ഒരു മണി 5 ആണ്. ഇപ്പോൾ 25 എന്നാണെങ്കിൽ താഴെ 2 5.
ഇത് 5 ആണ്. ആ 5 1 1 1 1 ഓക്കെ ടോട്ടൽ 9. ഓക്കെ ആ രൂപത്തിലാണ്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിലിപ്പോൾ ഇതേപോലെ മക്കൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായൊരു ധാരണയില്ല. രക്ഷിതാക്കൾക്ക് ഭൂരിഭാഗം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുട്ടികൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മാത്സിൻ്റെ പഠനത്തിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊരു കൂടുതൽ ക്രിയേറ്റീവ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതെന്ന് പറയാൻ പറ്റുമോ? അബാക്കസ് പഠനത്തിലൂടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് നേരത്തെ സൂചിപ്പിച്ച ലെഫ്റ്റ് റൈറ്റ് ബ്രെയിനിൻ്റെ ഒരുമിച്ചുള്ള ഉപയോഗമാണ്. അതിലൂടെ കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും പഠിക്കാനും എല്ലാ മേഖലകളിലും അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബാക്കസിൻ്റെ ടൂള് ഒരു കാൽക്കുലേറ്റർ ആയതുകൊണ്ട്, മുമ്പ് കാൽക്കുലേറ്ററിന് പകരം ഉപയോഗിച്ചിരുന്ന ടൂൾ ആയതുകൊണ്ട് നമ്പറുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായും മാത്സ് പഠിക്കുന്ന കുട്ടികൾ നമ്പറുകൾ ചെയ്യുന്നത് അവർക്ക് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ഈ ഒരു ബീഡ്സ് ഇല്ലാതെ, അബാക്കസ് ടൂളില്ലാതെ മനസ്സിലേക്ക് അതിനെ കൊണ്ടുവന്ന് ചെയ്യുന്നതിലൂടെ കാൽക്കുലേഷൻ വരുന്നില്ല. ശരിക്കും അബാക്കസ് എത്ര ബീഡ്സ് നീക്കി എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ ആൻസർ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് മാത്സ് എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതെ മാത്സ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് അവരെത്തുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം, തുടക്കത്തിൽ മാത്രമേ ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളൊക്കെ 2ാമത്തെ ക്ലാസ് മുതൽ അബാക്കസ് ഇല്ലാതെ അബാക്കസ് കയ്യിലുണ്ട് എന്ന ധാരണയോടുകൂടി കുട്ടികളെ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കും. മെൻ്റൽ മാത്സ് 2ാമത്തെ ക്ലാസ് തൊട്ട് കുട്ടികളെ പ്രാക്ടീസ്. പൊതുവേ നമ്മുടെ നാടുകളിൽ മാത്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടി സബ്ജക്റ്റ് ആയിട്ടാണ് കുട്ടികൾ ഇപ്പോൾ ആസ് എ ടീച്ചർ, അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ കാണുന്ന കാഴ്ചകൾ ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ടാവും. പക്ഷേ മാത്സിൽ വരുമ്പോൾ ഒരു കുറവാണ്. അപ്പോൾ പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമാജിനൽ മാത്സ് വെച്ചിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ പഠനത്തിൽ, മാത്സ് പഠനത്തിൽ അത് ഏറെ ഉപകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. സ്വാഭാവികമായിട്ടും ഏത് പ്രായത്തിലുള്ള മക്കൾക്കാണ് ശരിക്ക് ഇത് ഉപകരിക്കുക? എത്രാം ക്ലാസ് മുതൽ പഠിക്കാൻ പറ്റും? നമ്മുടെ മെൻ്റൽ അവരുടെ ബുദ്ധി വികാസത്തിൻ്റെ പ്രായം കഴിയുന്നതിന് മുമ്പ് അബാക്കസ് പഠനം പൂർത്തീകരിക്കണമെന്നാണ് പറയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്പറുകൾ വെച്ചുള്ള കാൽക്കുലേഷൻ വെച്ച് ആണ് അബാക്കസ് തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു നമ്പർ പഠിച്ച കുട്ടികൾക്ക് അബാക്കസ് പഠിച്ചു തുടങ്ങാം. ഒരു 14 വയസ്സിൻ്റെ മുമ്പ് പഠനം തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ് നമ്മൾ കാണുന്നത്. ചില സ്ഥലത്ത് മൾട്ടി കളർ കാണാൻ പറ്റില്ലേ? ഈ ബീഡ്സ് എന്നുള്ള ഈ സാധനത്തിന് പറയുന്ന പേര് ബീഡ്സ് അല്ല, മൾട്ടി കളറിൽ കാണാം. അത് ശരിക്ക് രണ്ടും വ്യത്യാസമുണ്ടോ? ഒരേ രീതിയാണ്. അത് അബാക്കസ് പല കുട്ടികൾക്കും കളറ് താല്പര്യമുള്ള കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം. അത് ഈ LKG UKG തലത്തിലൊക്കെയുള്ള കുട്ടികൾ ഇപ്പോൾ നമ്പർ ഓർമ്മിച്ചിരിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം അല്ലേ? എന്താണ് ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൾട്ടി കളറാണ് കൊടുക്കാറുള്ളത്. അത് അവർക്കിപ്പോൾ 1സിൻ്റെ റോയും 10സിൻ്റെ റോയും ഒക്കെ കളർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഒന്ന് നമ്മളിപ്പോൾ ഈ മോഡേൺ കുട്ടികളിൽ, പ്രത്യേകിച്ച് ജെൻസി കുട്ടികളിലൊക്കെ കാണുന്നതാണ് ശ്രദ്ധക്കുറവാണ്. നമ്മൾ അധ്യാപകർ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. പത്തരക്കാരായ ഇപ്പോൾ അശ്രദ്ധമായിരിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു ശ്രദ്ധയിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ അബാക്കസിലൂടെ കഴിയുമോ? എന്താ നിങ്ങളുടെ? തീർച്ചയായും. അത് നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2 കൈ കൊണ്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ചില റൂൾസ് ഉണ്ട്. ഇപ്പോൾ വൺസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡിലെ തമ്പ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ട് ഫിംഗർ യൂസ് ചെയ്യുന്ന കുട്ടിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും. ആ ഫിംഗർ യൂസ് ചെയ്യുന്നത് കൃത്യമാക്കുക എന്നുള്ളതാണ് അബാക്കസ് പഠനം മാത്സ് പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിലേക്ക് മാത്രം ചുരുക്കാതെ അതിനെ കോൺസെൻട്രേഷൻ കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ കൃത്യമായി ഫിംഗറിങ് യൂസ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ആ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണാറുണ്ടല്ലോ, ഇതുപോലെ കുട്ടികളിങ്ങനെ പെട്ടെന്ന് ഒരു എന്താ പറയുക, സംഖ്യകളിങ്ങനെ കൂട്ടി പോകും. ഇത്ര പ്ലസ് ലാസ്റ്റ് വിത്തിൻ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ എന്തുണ്ട് ആൻസറുകൾ പറയാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ എത്ര കാലം വേണ്ടി വരും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ആദ്യത്തെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ അവരെ 9 വരെയുള്ള നമ്പേഴ്സാണ് നമ്മളിതിൽ ആദ്യം പഠിപ്പിക്കുക. 9 വരെയുള്ള നമ്പേഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അതിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ 2ാമത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ആഴ്ച അവർക്ക് ആദ്യത്തെ 9 വരെയുള്ള അഡീഷൻ പഠിപ്പിക്കും, അഡീഷൻ സബ്ട്രാക്ഷൻ. ആ ഒരു സമയത്ത് തന്നെ അവർക്ക് കൃത്യമായി ക്ലാസ് കഴിയുന്നതോടുകൂടി അബാക്കസിൻ്റെ ടൂള് മാറ്റി വെച്ച്
ഈ അബാക്കസ് മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ചുകൊണ്ട് അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്യും. പിന്നെ കണ്ണ് തുറന്ന് ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ 2ാമത്തെ ക്ലാസ് മുതൽ തന്നെ അവർക്കുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ അബാക്കസ് പഠിച്ച കുട്ടികളും പഠിക്കാത്ത കുട്ടികളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇത് നമുക്ക് മനസ്സിലാൻ പറ്റുന്നത്. അപ്പോൾ ഈ മാത്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു വിഷയമാണ്. ആ ഒരു മേഖലയിൽ അബാക്കസിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അബാക്കസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ അവരുടെ ലെവൽ എന്താണോ, ഇപ്പോൾ അവരൊരു ബിലോ ആവറേജ് ലെവലാണെങ്കിൽ ഒരു ആവറേജിലേക്ക്, ആവറേജ് കുട്ടികളെ നമുക്കൊരു എക്സ്ട്രാ ആവറേജ് ഒരു ബ്രില്യൻ്റ് ആയ കുട്ടികളിലേക്ക്, ബ്രില്യൻ കുട്ടികളെ ഒരു എക്സ്ട്രാ ബ്രില്യൻസിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് അവരൊരു ലെവൽ ചേഞ്ചിങ് ഉണ്ടാക്കാൻ പറ്റും. അത് എല്ലാ സബ്ജക്റ്റിലും അത് കാണാം. ഏത് വിഷയങ്ങൾ വേണമെങ്കിലും ആ രൂപത്തിൽ ചെയ്യാൻ പറ്റും. പറയുന്നത് ബ്രെയിനിൻ്റെ 2 ഭാഗവും കൃത്യമായി വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് അവരുടെ മാറ്റം എല്ലാ രീതിയിലും കാണും. അവരുടെ സ്വഭാവത്തിൽ പോലും കാണും, അവരുടെ പെരുമാറ്റത്തിൽ പോലും ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അല്ലേ, ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊരു തിയറി പറയുന്നതിൻ്റെ അപ്പുറം നമ്മൾ ഈ പഠിപ്പിച്ചത് കൊണ്ടുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഒരു പാരൻസ് മീറ്റിങ്ങിൽ പങ്കെടുത്ത സമയത്ത് ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചർ അവരുടെ എക്സ്പീരിയൻസ് പറയണം. അവരുടെ വലിയ കുട്ടി SSC എക്സാം എഴുതി കഴിഞ്ഞ് വന്ന് കുട്ടി പറയാണ്, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ അബാക്കസ് പഠിച്ചതുകൊണ്ട് എനിക്ക് ആ ഒരു മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഏറ്റവും സ്പീഡായിട്ട് ചിന്തിച്ച് എഴുതാൻ പറ്റി എന്നുള്ളത് ഞാൻ ചെറിയ പ്രായത്തിൽ അബാക്കസ് പഠിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടാണ് അതിൻ്റെ താഴെയുള്ള മോൾ അബാക്കസിന് ചേർന്നത് എന്ന് അവർ എക്സ്പീരിയൻസ് പറയണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും. അതേപോലെ വീടിൻ്റെ അടുത്തുള്ള മറ്റൊരു കുട്ടിയുണ്ട്. ആ കുട്ടി പഠനത്തിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി. പക്ഷേ അവർ അബാക്കസ് ഒരു 3-4 മാസം ആയപ്പോഴേക്കും സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻറ്റുകളിൽ ഒരാളായി മാറാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ രീതിയിലാണ് സ്കൂളിൽ നമുക്ക് വരുന്ന ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ കുട്ടികൾ എന്തായിരുന്നാലും ഇപ്പോൾ ഒരു ബിലോ ആവറേജിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്, സ്വാഭാവികമായിട്ട് മാത്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറെ പിറകിലാണ്. അങ്ങനത്തെ കുട്ടികളിൽ അബാക്കസിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അബാക്കസ് പഠിക്കുന്നതിലൂടെ അവരെ നമ്മൾ സ്റ്റാർ ആക്കുകയാണ്. ഓരോ ക്ലാസ്സിലും നമ്മൾ ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ അവരുടെ വീഡിയോ എടുക്കും. ആ വീഡിയോ സുഹൃത്തുക്കൾക്കും പാരൻസിനും അവരുടെ കുടുംബങ്ങളിലൊക്കെ എത്തിക്കുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ സ്റ്റാർ ആവുമ്പോൾ കുട്ടിക്ക് വീണ്ടും ഞാൻ ആരോ ആയി എന്നുള്ള ഒരു കോൺഫിഡൻസും ഇനി മുന്നോട്ട് പോകണം എന്നുള്ളതും. പിന്നെ നമ്മുടെ എക്സാംസൊക്കെ അങ്ങനെയാണ്. 1 മിനിറ്റിനുള്ളിൽ ചെയ്യുന്ന കുട്ടികളെ നമ്മുടെ ടോട്ടൽ എക്സാം എന്ന് പറയുന്നത് 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 2ാമത്തെ ക്ലാസ് മുതൽ കുട്ടി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടികൾ വലിയ എക്സാമുകളിലൂടെയൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഓരോ സബ്ജക്റ്റിലും ഉണ്ടാവുക. നിങ്ങൾ പറഞ്ഞത് ശരിക്കും നമുക്കൊക്കെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തതിന് അപ്പുറത്താണ് തോന്നുന്നത്. കാരണം 100 ചോദ്യങ്ങൾ 8 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കുന്നുള്ളതാണ്. 100 മിനിറ്റ് നമ്മൾ ആദ്യത്തെ പ്രാക്ടീസ് 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യനാണ്. അത് ആദ്യം ഒരു അബാക്കസ് പഠിക്കാത്ത കുട്ടി ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. അതാണ് അവരുടെ ഫസ്റ്റ് പേപ്പർ. എന്നിട്ട് ആ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മാസം കഴിയുമ്പോഴും കുട്ടിയുടെ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റും. ഭയങ്കര വ്യത്യാസമായിരിക്കും അവരുടെ ലൈഫിൽ തന്നെ. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട ഈ പ്രോഗ്രാം കേൾക്കുന്ന പ്രേക്ഷകർ, ഇന്ന് മത്സര പരീക്ഷകളുടെ കാലമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ വ്യത്യസ്തമായ പരീക്ഷകൾ ജീവിതത്തിൻ്റെ പല മേഖലയിൽ എഴുതുന്ന മക്കളാണ്. ഇപ്പോൾ LP തലത്തിലൊക്കെ ഒരു മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ LSS വരുന്നുണ്ട്, LSSൻ്റെ പരീക്ഷയുണ്ട്, പിന്നെ അതുപോലെ USS വരുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ NMOS ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പരീക്ഷകളുണ്ട്. ഇവിടെയൊക്കെ പലപ്പോഴും കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്തിനകത്ത് ആൻസർ എഴുതാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഇപ്പോൾ NMOS സംബന്ധിച്ച് പറയുമ്പോൾ 90 മിനിറ്റ് 90 മാർക്ക് 90 ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. പോയമാർ കറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഡാർക്കൺ ചെയ്ത് വരുമ്പോഴേക്ക് ഒരു 50-60 ആകുമ്പോഴേക്കും പല കുട്ടികൾക്കും തീരണം എന്നുള്ളതാണ്. കാരണം ലോജിക്കായിട്ട് ആലോചിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് അബാക്കസ് പഠനത്തിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസൊക്കെ ബഹുമാനനായ റാഷിദ് സർ നമ്മളോട് പറഞ്ഞത്. 8 മിനിറ്റിനകം 100 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന വലിയ ഒരു സാധ്യതയുള്ള നമ്മുടെ മക്കളുടെ ഒരു കപ്പാസിറ്റി വളർത്താൻ കൂടി പറ്റുന്ന ഒരു മേഖലയാണെന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം സന്തോഷിക്കുന്ന മേഖല. 8 മിനിറ്റ് എന്നുള്ളത് പിന്നീട് 7 മിനിറ്റിലേക്കും 6 മിനിറ്റിലേക്കും കൊണ്ടുവന്നിട്ടാണ് നമുക്ക് നാഷണൽ ചാമ്പ്യന്മാർ 1 മിനിറ്റിനുള്ളിലേക്ക് വരുന്നത്. ഒരു 2 മിനിറ്റിനുള്ളിൽ ചെയ്യുന്ന 100-ലധികം കുട്ടികൾ ഒരു എക്സാമിൽ നമുക്ക് കാണാൻ പറ്റും. അതെയോ? അപ്പോൾ നിങ്ങൾ ഇപ്പം നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ അവിടെ ആ ഒരു സമയത്ത് ഉപചോദ്യം ചോദിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാഷണൽ തലത്തിൽ അതുപോലെ മറ്റു പല മത്സരങ്ങളും ഈ അബാക്കസിലുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു മത്സരത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പറയുന്ന സമയത്താണ് എന്തിനത് ഇങ്ങനെയുള്ളൊരു അവസരം ഉണ്ടെന്നുള്ള അറിയണത്.
അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും പല മേഖലകളും ഉണ്ട്. പക്ഷെ നമ്മളാരും ഇത് അറിയണില്ല. ഒരു ടീച്ചറായ ഞാൻ പോലും അറിയണില്ല അബാക്കസിന്. അപ്പോൾ ആ ഒരു ഈ മത്സരത്തിനെ കുറിച്ചൊന്ന് ജസ്റ്റ് നമ്മൾ ആളുകളോടൊന്ന് നമ്മൾ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ 11,000 കുട്ടികളാണ് നാഷണൽ എക്സാം കോയമ്പത്തൂർ വെച്ച് ലാസ്റ്റ് ഇയർ ബി സ്മാർട്ട് അബാക്കസ് നടത്തിയ എക്സാമിൽ വന്നത്. ആ 11,000 കുട്ടികൾ വരുമ്പോൾ അവർ പഞ്ചായത്ത് ലെവൽ കഴിഞ്ഞ് അതിൽ നിന്ന് ഫസ്റ്റ് 5 റാങ്ക് വാങ്ങുന്ന കുട്ടികളെയാണ് ജില്ലാ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യുക. ആ ജില്ലാ എക്സാമിൽ നിന്ന് 5 റാങ്ക് വാങ്ങുന്ന ആളുകൾ സ്റ്റേറ്റ് എക്സാമിലും അവിടുന്ന് ആദ്യത്തെ 5 റാങ്ക് വാങ്ങിയ 11,000 കുട്ടികളാണ് നാഷണൽ എക്സാമിൽ പങ്കെടുത്തത്. അതിൽ നിന്ന് 1 മിനിറ്റിനുള്ളിൽ ചെയ്ത് 2 മിനിറ്റിനുള്ളിലൊക്കെ വരുമ്പോൾ ഒരുമിച്ചൊരു 3,000 കുട്ടികളൊക്കെ ഒരു ഹാളിൽ വെച്ചുകൊണ്ട് എക്സാം എഴുതുക. അത് അവർക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. 1 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഫിനിഷ് എന്ന് പറയുന്ന കുട്ടികൾ ആണ് ഒരുപാടുള്ളത്. അത്രയും സാധ്യതകൾ ഇതിലുണ്ടെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ? ഞാൻ 2015 മുതൽ ടൗൺ സെൻറ്ററുകളിൽ അബാക്കസ് പഠിപ്പിച്ച് തുടങ്ങി. പിന്നീട് ടീച്ചേഴ്സ് ട്രെയിനറായി. ഇപ്പോൾ സ്കൂൾ പ്രൊജക്റ്റ് കോർഡിനേറ്റർ ബി സ്മാർട്ട് അബാക്കസ് കേരള അതിൻ്റെ സ്കൂൾ പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? എന്താണ്, ഏതൊക്കെ സ്കൂളുകൾ ഇങ്ങനെ ചെയ്ത് കാണുന്ന ഒരുപാട് നമ്മൾ ഒരുപാട് +2 കഴിഞ്ഞ ആളുകൾ കോവിഡ് സമയത്ത് നമ്മളൊരു പ്രൊജക്റ്റ് വെച്ചിരുന്നു. ഒരു വാർഡിൽ നിന്ന് 6 പേരെ സൗജന്യമായി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്കീമുണ്ടായിരുന്നു. അതിലൂടെ കേരളത്തിൽ ഇന്ന് അത് കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞു 30,000-ലധികം കുട്ടികൾ ടീച്ചേഴ്സ് ഉള്ള ഒരു ടീച്ചേഴ്സ് ബാങ്ക് നമുക്കുണ്ട്. ആ ടീച്ചേഴ്സ് അവരുടെ ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ പോയി സംസാരിച്ച് കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ അബാക്കസ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് എത്തിപ്പെട്ട നാഷണൽ ലെവൽ വരെ എത്തിയ 11,000 കുട്ടികളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ഏകദേശം ഒരു 5 ലക്ഷത്തിലധികം കുട്ടികൾ ബി സ്മാർട്ട് അബാക്കസിൽ മാത്രം പഠിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക്. അബാക്കസിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ശരിക്കും പലതും പല രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ മോണ്ടിസോറിനെ കുറിച്ചൊക്കെ പറയാം. മറിയ മോണ്ടിസോറിയാണ് മോണ്ടിസോറി സ്ട്രീം സ്റ്റാർട്ട് ചെയ്തെന്നുള്ള പറഞ്ഞല്ലോ. അപ്പോൾ ഈ അബാക്കസ് ശരിക്ക് ആരാണ് തുടങ്ങി വെച്ചത്, എന്ത് പർപ്പസാണ്, അതും കൂടെ ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റും? ചൈനയിലും ജപ്പാനിലും ഒക്കെ ആദ്യകാലത്ത് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ടൂളാണ് അബാക്കസ്. അപ്പോൾ എന്താ പറയുക, ഒരു പഴയകാല കാൽക്കുലേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാൽക്കുലേറ്ററിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശേഷമാണ് കാൽക്കുലേറ്റർ വരുന്നത്. അതെ, കാൽക്കുലേറ്ററിൻ്റെ ഒരു മുൻഗാമിയാണ്. അത് പറഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് ഫോണിനൊക്കെ ഒരു ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, ആ ഒരു മൈക്രോഫോൺ പഴയ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അബാക്കസിൻ്റെ ടൂള് യൂസ് ചെയ്തുകൊണ്ട് കണക്ക് കൂട്ടുന്നത് പഴയ സിനിമകളിലൊക്കെ കാണാൻ പറ്റും. രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്നു. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് ഇന്ന് സാർവത്രികമാക്കി ഏതൊരാൾക്കും പ്രാപ്തമാക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സ്മാർട്ട് ഫോണുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാലമാണ്. എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു യുഗത്തിൽ അബാക്കസ് പോലെയുള്ളൊരു പരമ്പരാഗത ഉപകരണവും അതിൻ്റെ ഒരു ഉപയോഗമൊക്കെ വേണോ, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച്? അതാണ് അബാക്കസ് പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഴയ ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് കണക്ക് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഉപകരണം ഇന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ചെറിയ പ്രായത്തിൽ ബുദ്ധിവികാസത്തിൻ്റെ പ്രായം കഴിയുന്നതിന് മുമ്പ് 2 കൈകൊണ്ടും വർക്ക് ചെയ്യുന്ന അബാക്കസ് പഠനത്തിലൂടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ, അവരുടെ ഓർമ്മശക്തി, കൃത്യത, വേഗത എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പഠനമായി അബാക്കസിനെ കണ്ടുകൊണ്ട് ഭാവിയിലെ പഠനത്തിന് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ പഠന രംഗത്ത് അവരുടെ ഈ പറഞ്ഞ കോൺസെൻട്രേഷനും സ്പീഡും ആക്യുറസിയും അവരുടെ മെമ്മറിയും ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ വേണം അബാക്കസ് പഠനത്തെ നമ്മൾ നോക്കിക്കാണാൻ. ഓക്കെ, ഏറെ സന്തോഷം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഇനിയും ഇതിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെന്നുള്ളതാണ്. എന്നിരുന്നാലും ഇന്നത്തെ ഈ ഒരു വഴികാട്ടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അബാക്കസ് എന്ന ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നിയതെങ്കിൽ അതിന് അനന്ത സാധ്യതകളുണ്ട്. നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിൽ ഏറെ ഉപകരിക്കുന്ന, പഠനത്തിൽ മാത്രമല്ല അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന, ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന വലിയൊരു മേഖലയാണെന്ന് തിരിച്ചറിവിലേക്കാണ് എനിക്കൊക്കെ ഇതിൽ കിട്ടിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇന്ന് നമ്മോടൊപ്പം ഈ വഴികാട്ടിയിൽ പങ്കെടുക്കുകയും നമുക്ക് വേണ്ട അബാക്കസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ധാരണയെങ്കിലും തരാൻ സാധിച്ച ബഹുമാനനായ റാഷിദ് സർ, വളരെ സന്തോഷം പീസ് റേഡിയോയിൽ വന്നതിൽ. അള്ളാഹു അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നിങ്ങൾ വീണ്ടും പീസ് റേഡിയോയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.